بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നമ്മൾ ഇന്ന് ഓതേണ്ടത് സൂറത്ത് ബഖറയിലെ 61-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക يخرج لنا مما تنبت الأرض من بقلها وكثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يهتدون. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വൈദ് കുൽത്തും യാ മൂസ. അത് ഞാൻ ആദ്യം ഓതേണ്ട ഈ സൂറത്ത് ഓതുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില അബദ്ധങ്ങൾ ഞാൻ പറയാം. വൈദ് കുൽത്തും ആടെ അടിസ്ഥാനപരമായിട്ട് ആയത്തിലുള്ള തജ്വീദിയായ ചില കാര്യം പറയാം. വൈദ് കുൽത്തും യാ മൂസ ലൻ നസ്ബിറ. അവിടെ ലൻ നസ്ബിറ എന്നുള്ളത് ലൻ നസ്ബിറ എന്ന് ഓതാൻ പാടില്ല. ആ ലൻ നൂൻ എന്ത് ചെയ്യണം? നാലേക്ക് ചേർക്കണം. ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ്. ത്വആമിൻ്റെ തൻവീൻ എന്ത് ചെയ്യണം? വാഹിദിൻ്റെ വാലേക്ക് എന്ത് ചെയ്യണം? ചേർക്കണം. ത്വആമിൻ വാഹിദ്. ഇത് വാഹിദിൻ്റെ ശേഷമുള്ള തൻവീൻ എന്ത് ചെയ്യണം? മറച്ച് മണിക്കുക. വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുൻബിതുൽ അർദ്. ആ തുൻബിത്തൂന് നൂന് സാക്കിനെ എന്ത് ചെയ്യുക? നൂന് സാക്കിന് ശേഷം ബാ വന്ന് സാക്കിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യും? നൂന് മാറിയിട്ട് എന്താവും? മീമാവും. അപ്പോൾ തുൻബിത്തു എന്നുള്ള എന്താവും? തുമ്പിത്തുന്ന്. തുമ്പിത്തുല്ലർദു മിംബക്കിൽ. പിന്നെ നൂന് സാക്കിന് ശേഷം ബാ വന്നു. മിംബക്കിലിഹ വകിസ്സാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا
بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. പിന്നെ കുറച്ച് ചെറിയ നിയമങ്ങളുണ്ട്. ഇപ്പോൾ വയക്കുത്തുലൂന തന്നെ ഓതണം. വയക്തുലൂന എന്ത് ചെയ്യാൻ പാടില്ല? ഓതാൻ പാടില്ല. വയക്തുലൂന എന്ന് ഒരാൾ ഓതിയാൽ ആ കാഫിനെ കേൾക്കുന്ന ആൾ കേഫായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. വയക്കുത്തുലൂന തന്നെ ഓതണം. എന്നാലേ അതിനെ കാഫായിട്ട് എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാക്കുകയുള്ളൂ. കാരണം അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. വയക്കുത്തുലൂന തന്നെ എന്ത് ചെയ്യണം? ഓതണം. പിന്നെ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഓതുമ്പോൾ പറയാം. വൈദ് കുൽത്തും കുറേ ഏറെക്കുറെ അറിയുന്ന വേർഡുകളല്ലോ. വൈദ് കുൽത്തും ഇത് കാല ഇത് കുറേ പറഞ്ഞില്ലേ, ഇതിനു മുമ്പേ വന്നല്ലേ. വൈദ് കാല റബ്ബുക്ക. ഇത് കാല എന്താ പറഞ്ഞപ്പോൾ, കാലേന്ന് വന്നെയാണ് എന്ത്? കുൽത്തും. ആര് പറഞ്ഞപ്പോൾ? കാല പ്ലസ് അൻതും, അതാണ് കുൽത്തും. നിങ്ങൾ പറഞ്ഞ സന്ദർഭം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ഇസ്രായേലരെ നിങ്ങൾ പറഞ്ഞ സന്ദർഭം. യാ മൂസ, അല്ലയോ മൂസ, ലൻ നസ്ബിറ എന്താ? സബൂറാക്കൂല. ലൻ നസ്ബിറ എന്ന് പറഞ്ഞാൽ എന്താ? സബൂറാക്കൂല. ലെന്ന് വന്ന അങ്ങനെ അർത്ഥം. നമ്മൾ ലെന്നെ ഇതിന് മുമ്പേ പഠിച്ചിന് ബക്കറയിൽ. എവിടെ പഠിച്ചില്ല? ലെന്നെ ബക്കറയിൽ പഠിച്ചതിന് മുമ്പ്. വൈലം തഫലു വലൻ തഫലു. എന്താ വലൻ തഫലു? ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല? ചെയ്യൂല. ഇനി ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, ഭാവിയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ എന്താ ഉപയോഗിച്ചേ? ലെന്ന് ഉപയോഗിച്ച്. ലൻ നസ്ബിറ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സബൂറാക്കാൻ കഴിയില്ല. എന്താ അല എന്ന് പറഞ്ഞാൽ എന്താ? അല പറഞ്ഞേ. അലാ ത്വാം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. വാഹിദ് എന്ന് പറഞ്ഞാലോ? ഒരു ഭക്ഷണം. നമുക്കൊരു ഭക്ഷണത്തിൻ്റെ മേൽ സബൂറാക്കാൻ കഴിയൂല. അതാണ് എന്ന് നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭം. വൈദ് കുൽത്തും യാ മൂസ ലൻ നസ്ബിറ അലാ ത്വാമിൻ വാഹിദിൻ. നമുക്കൊരു ഭക്ഷണത്തിൻ്റെ മേൽ ക്ഷമിച്ചിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല? കഴിയൂല എന്ന് നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭം. ഫ അതുകൊണ്ട്. ഉദു ലന അതാണെന്ത്? ഫതു. ഫ പ്ലസ് ഉദു ആണെന്ത്? ഫതു. ഫതു ലന. ഫത് നീ എന്ത് ചെയ്യുക? ദ്വാ പ്രാർത്ഥിക്കും. ഫത് ഉ അതുകൊണ്ട് എന്തായി? പ്രാർത്ഥിക്കും. ലന ലന നമുക്ക് വേണ്ടി. ലന നമുക്ക് വേണ്ടി നീ അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. റബ്ബക്ക റബ്ബക്ക നിൻ്റെ റബ്ബിനോട്. എന്നാൽ ഇവർ പറയുന്ന നമ്മുടെ റബ്ബിനോടെന്ന് പറയുന്നില്ല, നിൻ്റെ റബ്ബിനോട് നീ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. യുഹ്രിജു ലന. യുഹ്രിജ അറിയില്ലേ? അഹ്റജ പറഞ്ഞില്ലേ? അതും ഈ അഹ്റജ പഠിച്ച വാക്കാ, പുറത്താക്കാൻ വേണ്ടിയിട്ട്. അഹ്റജ പഠിച്ചിന്. എവിടെ പഠിച്ച ബക്രയിൽ? വഹ്റജഹുമാ മിമ്മാ കാന ഫീഹി പഠിച്ചില്ലേ? ബക്കറയും കുറച്ചു മുമ്പ് പഠിച്ച വഹ്റജഹുമാ മിമ്മാ കാന ഫീ. അവരെ രണ്ടുപേരെയും എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അഹ്റജ പുറത്താക്കി, യുഹ്രിജു പുറത്താക്കുക, പുറത്തു കൊണ്ടുവരിക. യുഹ്രിജു ലന ആർക്ക് വേണ്ടി പുറത്താക്കുക? പുറത്തു കൊണ്ടുവരിക. ലന നമുക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മൂസ നീ നിൻ്റെ റബ്ബിനോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. എന്ത് പുറത്തു കൊണ്ടുവരാൻ? മിമ്മാ തുമ്പിത്തു. നബാത്ത് എന്ന് പറഞ്ഞതാ? നബത്ത് നബാത്ത് ചെടി. നബത്ത മുളച്ചു. നബത്ത മുളച്ചു. തുമ്പിത്തു മുളക്കുന്നു. അതന്നെ എന്ത്? നബാത്ത്. മിമ്മാ തുമ്പിത്തുൽ അർള് ഭൂമി മുളപ്പിക്കുന്ന സംഗതികൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? പുറത്ത് കൊണ്ട് തരാൻ. അത് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച് തരാൻ വേണ്ടി നീ എന്ത് ചെയ്യും? നിൻ്റെ റബ്ബിനോട് പറ. ഏതെല്ലാം സംഗതി? മിം ബക്കിലിഹ ചീര, വ കിസ്സാഹിയ വെള്ളരി, വ ഫൂമിഹ ഗോതമ്പ്, വ അദസിയ പയർ, വ ബസലിഹ ഉള്ളി. ഇവൻ ബക്കിലി എന്ന് പറഞ്ഞാൽ ചീര. ഈ ചീര ഇലവർഗ്ഗങ്ങളൊക്കെ
വിൽക്കുന്ന ആൾക്കാണ് പണ്ടെന്ന് പറഞ്ഞിരുന്നത് ബക്കാല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് അറബിയിൽ എന്ത് വന്നേ ബക്കാല എന്നുള്ള വേർഡ് വന്നിരുന്നത്. അപ്പം വക്കീലിന് ഓർമ്മ വരുമല്ലോ ബക്കാല വന്നത് എങ്ങനെയാണെന്നുള്ളത്. വ കിസ്സാഹിയ വെള്ളരി, വ ഫൂമിഹ ഫൂം എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. പഴയ കാലത്ത് അറബികൾ ഹുബുസ് ഉണ്ടാകുന്ന എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫൂമൂലന എന്ന് പറഞ്ഞിരുന്ന. ഫൂമൂലന എന്ന് പറഞ്ഞാൽ ഇഖ്തബിസുലൻ, നമുക്ക് നീ എന്ത് ചെയ്താ ഖുബുസ് ഉണ്ടാക്കിത്താ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്ന വേർഡ് ഫൂമൂലന എന്നാ. ഫൂം എന്നാ പറഞ്ഞിരുന്നത് എന്തിന് ഗോതമ്പിന്. വ അദസിഹ പിന്നെന്താ പയറ്, വ ബസലിഹ ഉള്ളി. ഇതെല്ലാം നീ എന്ത് ചെയ്യണം മുളപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നിൻ്റെ റബ്ബിനോട് എന്ത് ചെയ്തു പറയാം. കാല പറഞ്ഞു. ആര് പറഞ്ഞു? ആരായിരിക്കും പറഞ്ഞില്ല? മൂസ പറഞ്ഞു. ആ തസ്തബ്ദിലൂന ബദല എന്ന് പറഞ്ഞാൽ എന്താ? ബദല മാറ്റി, ഇസ്തബ്ദല മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒഫറ എന്ന് പറഞ്ഞാൽ പാവം പുറത്തു. ഒഫറ ഇസ്തഗ്ഫറ പാവം പൊറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ആയില്ലേ? ഒഫറ പുറത്തു, ഇസ്തഗ്ഫറ പാവം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതാണ് ഇസ്തിഗ്ഫാർ. ബദല മാറ്റി, ഇസ്തബ്ദല മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആവശ്യപ്പെട്ടു. ആ തസ്തബ്ദിലു മാറ്റുന്നു, മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ തസ്തബ്ദിലൂന നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണോ? എന്തിനാ? അല്ലദീ ഹുവ അതിന മോശമായ ഒന്ന്, ബില്ലദീ ഹുവ ഖൈർ നല്ല ഒന്നിന് പകരം മോശമായ ഒന്നിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ അതാ ഈ നല്ല ഇനെ മാറ്റിയിട്ട് മോശം കൊണ്ടുവരാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? ഇഹ്ബിതു മിസ്ര നിങ്ങളെന്ത് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ എന്ത് ചെയ്തോ പോയി താമസിച്ചോ. ഫ ഇന്നലക്കും തീർച്ചയായും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. മാ സാലത്തും സാല ചോദിച്ചു, മാ സാലത്തും ചോദിച്ചത്. ഇപ്പോൾ അവിടെ എഹ്ബിത്തു മിസ്ര എന്നുണ്ട്, ഒരു അലിഫ് ഉണ്ട് അവിടെ. അവിടെ എന്തിനാ അലിഫ്? കുറേ ആളുകൾ അവിടെ എന്തിനാ അലിഫ് എന്നുള്ളത് ചർച്ച ചെയ്ത ആളുകൾ പറഞ്ഞത് ഖുർആൻ എഴുതി വെക്കാൻ ആരെ ഏൽപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തേ ഏൽപ്പിച്ചത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുതി വെച്ചപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നു ഒരു അലിഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ വന്നു എന്നാണ്. അതിന് പ്രത്യേകിച്ച് എന്തില്ല, കാരണമില്ല. പിന്നെ വേറെ ചില ആൾ പറഞ്ഞത് അവിടെ അലിഫില്ലെങ്കിൽ മിസ്ർ ഈജിപ്റ്റ് എന്ന് എന്ത് ചെയ്തിട്ടും അർത്ഥം കിട്ടും, ഈജിപ്തിലേക്ക് പോയിക്കോന്ന് അർത്ഥം കിട്ടും. ഇവിടെ ഉദ്ദേശം അതല്ല. എന്താണ്? ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഏതെങ്കിലും ഒരു ടൗണിൽ നിങ്ങൾ എന്ത് ചെയ്തോ പോയിക്കോ. ഇപ്പോൾ എവിടെ ഉള്ളത് ഇവർ? ഇത് പറയുമ്പോൾ ഇവരവിടെ ഇല്ലേ? തീഹ് മരുഭൂമിയിൽ. തീഹ് മരുഭൂമിയിൽ നിന്ന് അള്ളാഹ് എന്ത് ചെയ്തേ അവർക്ക് ഇതെല്ലാം ഇറക്കി കൊടുത്തേ. ഇതെല്ലാം ഇറക്കി കൊടുത്ത സമയത്ത് കുറേ കൊല്ലം ഇത് തന്ന് ജീവിച്ചല്ലോ. അങ്ങനെ മടുത്തപ്പോൾ എന്ത് ചെയ്തേ അള്ളാഹിനോട് ഇത് പറയുമെന്ന് പറഞ്ഞേ. അപ്പാണ് മൂസാ നബി പറഞ്ഞത് നീ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയിക്കോ, എന്നാലും ഈജിപ്തിലേക്ക് പോയിക്കോ എന്നല്ല അർത്ഥം. മിസ്റാന്ന് വരാൻ കാരണം ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയിക്കോ എന്ന അർത്ഥത്തിലാണ്. ഫ ഇന്നലക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും മാ സാലത്തും നിങ്ങൾ എന്താണോ ചോദിച്ചത് അത്. ഈ ഹെബിത്തു ഇവിടെ പഠിച്ചില്ലേ? ഹെബിത്തു പഠിച്ചില്ലേ? ബക്കറ തന്നെ പഠിച്ചില്ലേ ഹെബിത്തു? കുല്ലഹ്ബിത്തു മിൻഹ ജമീഅ. എന്താ കുല്ലഹ്ബിത്തു? നാം പറഞ്ഞപ്പോൾ എഹ്ബിത്തു മിൻഹ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഇങ്ങെന്താ പഠിച്ച പിന്നെ എഹ്ബിത്തു മിൻഹ. ഇത് ശരിക്കും നോട്ടും ചോദ്യവും ആകുമ്പോർക്ക് ഇമ്പോസിഷനും വേണം. കുല്ലഹ്ബിത്തു SLRC ആക്കുന്നല്ലോ നോട്ട് ഇമ്പോസിഷൻ. കുല്ലഹ്ബിത്തു നിങ്ങളെന്ത് ചെയ്തോ ഇറങ്ങിപ്പോയിക്കോ. അങ്ങനെ പറഞ്ഞില്ല അല്ല. ഇതും അതേപോലെ മൂസാ നബി പറയാം എഹ്ബിത്തു ഇറങ്ങിപ്പോയിക്കോ, ഇറങ്ങി താമസിച്ചോ മിസ്ര ഏതെങ്കിലും ഒരു പട്ടണത്തിൽ. ഫ ഇന്നലക്കും തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും മാ സാലത്തും നിങ്ങൾ എന്താണോ ചോദിച്ചത് അത്. വലുരിബത്ത് അലൈഹിം
ലറബാന്ന് പറഞ്ഞാൽ എന്താ? അടിച്ചു. അലൈഹിം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. എന്ത്? സില്ലത്ത് നിന്യത. മസ്കന എന്താ? മിസ്കീൻ എന്ന് പറയില്ല നമ്മളെ നാട്ടിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? മസ്കനെന്നുണ്ടായതാണ് എന്ത്? മിസ്കീൻ, ഗതിയില്ലാത്തവൻ. നിർഗതിയും നിന്യത എന്ത് ചെയ്തു? ഈ മസ്കനെ എന്ന് വന്നയാ മിസ്കീൻ എന്ന് വന്നെയാണ്. മസ്കനെന്ന് എന്ത് വന്നേ? മിസ്കീൻ വന്നേ. നിർഗതിയും നിന്യത എന്ത് ചെയ്തു? അവരെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ബാ എന്ന് പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കുക, ഒരാൾക്കൊരു നന്മ കിട്ടുക, ഉപദ്രവം കിട്ടുക, ഉപകാരം കിട്ടുക. ഉപദ്രവമോ ഉപകാരമോ കിട്ടുന്നതിന് എന്ത് പറയുക? ഉപയോഗിക്കുക. ബി അലബിൻ, കോവൊരു ഉപദ്രവമെന്നല്ലോ. ബി അലബിൻ മിനല്ലാ. അവർ മടങ്ങി വന്നു. അവർ ഒരു ഒട്ടകവുമായിട്ട് മടങ്ങി വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയില്ല, പറയില്ല. എന്ന് അയാൾക്ക് നന്മയുമായി മടങ്ങി വന്നു, അല്ലെങ്കിൽ തിന്മയുമായി അതായത് അതുമായി ബന്ധപ്പെട്ട വല്ലതുമായി മടങ്ങി വന്നല്ലെന്ന് പറയാ ഉപയോഗിക്കുക. ഖുർആനിലെ ഹദീസിൽ ഒരുപാട് സ്ഥലത്തുള്ള വേർഡാണെന്ത്? അവരെന്ത് ചെയ്തു? മടങ്ങി വന്നു. ബി അലബിൻ. അലബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒലബിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞില്ല. അലബ് എന്ന് പറഞ്ഞാൽ എന്താ? കോപം. ബി അലബിൻ, കോപം കൊണ്ട് മടങ്ങി വന്നു. മിനല്ലാ, അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ട് അവരെന്ത് ചെയ്തു? മടങ്ങി വന്നു. ദാലിക്ക, അത് എന്ന് പറഞ്ഞെന്താ? അങ്ങനെ അത് എന്ന് പറഞ്ഞെന്താ? അങ്ങനെ അവർക്ക് കോപവും നിന്യതമൊക്കെ ഉണ്ടാവാനുള്ള കാരണം ബി അന്നഹു. ബി എന്ന് പറഞ്ഞതാ? കൊണ്ട്. അന്ന തീർച്ചയായും. ഹും, അപ്പോൾ അതിനർത്ഥം പറഞ്ഞിട്ട് ബി അന്നഹു തീർച്ചയായും അവർ ആയതുകൊണ്ട്. തീർച്ചയായും ആയതുകൊണ്ട്. എന്തായതുകൊണ്ട്? കാനു യക്ഫുറൂന, നിഷേധിക്കുന്നവർ ആയതുകൊണ്ടാണത്. ഏത്? അവർക്കതിനു ഇപ്പോൾ ഇങ്ങനെ വയ്ക്കുക, കാനു യക്ഫുറൂന, നിഷേധിക്കുന്നവർ ആയതുകൊണ്ട് ദാലിക്ക, അതവർക്കുണ്ട്. ഏതുണ്ടായേ? അള്ളാഹുവിൽ നിന്നുള്ള നിന്യതയും പതിത്വവും നിർഗതി അവർക്ക് ഉണ്ടായി. എന്താ നിഷേധിച്ച? ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരായത് കൊണ്ടാണ് അവർക്ക് എന്തുണ്ടായത്? അള്ളാഹുവിൽ നിന്നുള്ള കോപവും ക്രോധവും ഒക്കെ ഉണ്ടായത്. വയക്തുലൂന, കത്തല, അതെന്തായാലും അറിയണം. കത്തല കൊന്നു, യക്തുലൂന അവർ കൊല്ലുന്നു. അപ്പോൾ രണ്ട് കാരണം വന്നു. അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവരായി, പിന്നെ അവർ കൊല്ലുകയും ചെയ്തിരുന്നു. കാനു യക്തുലൂന എന്നാ വരിക. കാനു യക്ഫുറൂന ബി ആയത്തില്ല. അപ്പോൾ കാനു യക്തുലൂന എന്നാ, അവർ കൊല്ലുകയും ചെയ്തിരുന്നു. നബിയീന, നബിമാരെ, ബിഗൈർ എന്നല്ലേ? ഗൈരിൽ മഗ്ലൂബി, കോപത്തിന് വിധേയമായവർ ഒഴികെ. ബിഗൈർ കൂടാതെ. എന്ത് കൂടാതെ? അൽ ഹക്ക്, എന്ത്? ന്യായമില്ലാതെ. അപ്പം ന്യായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വയക്തുലൂന നബിയീന ബിഗൈരിൽ ഹക്ക്. മാത്രമല്ല ദാലിക്ക, അക്കാര്യം ഏത്? അവർക്ക് കോപവും ക്രോധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ബിമാ അസൗ. എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു. ധിക്കരിച്ചു. ബിമാ അസൗ, അവർ ധിക്കരിച്ചത് കൊണ്ടാകുന്നു. വക്കാനു യഹ്തദൂൻ, അവർ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ടാകുന്നു. ഇപ്പം ഒന്നുകൂടി പറയാം. വൈദ് കുൽത്തും യാ മൂസ ലന്നസ്ബിറ അലാ ത്വആമിൻ വാഹിദിൻ. ഇപ്പോൾ ഇവിടെ ചില ആൾ പറഞ്ഞത് അലാ ത്വആമിൻ വാഹിദിൻ, നമ്മൾ ഒരു ഭക്ഷണത്തിൻ്റെ മേൽ എന്തെങ്കില ക്ഷമിക്കൂല എന്നല്ലേ. പക്ഷെ അള്ളാഹ് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഭക്ഷണം കൊടുത്തില്ലേ? മന്നയും സൽവിയില്ലേ? ശിവരിവിടെ പറഞ്ഞെന്താ? അപ്പോൾ മന്നയും സൽവ ഒരേ ഭക്ഷണം നടത്തുവാട. ഉദ്ദേശം എന്താ? ഒരേ ഭക്ഷണത്തിൻ്റെ മേൽ
ക്ഷമിക്കൂല. അല്ലാണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ പേരെന്തല്ല ക്ഷമിക്കൂല എന്നല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം, അള്ളാഹിനോട് ഒരു കാര്യം എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ എന്തല്ല തെറ്റല്ല. അള്ളാഹുവിനോട് എനിക്ക് ഭക്ഷണം കൊണ്ടാകുന്ന നീ ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ എന്തല്ല തെറ്റല്ല. പിന്നെന്ത് തെറ്റാവാൻ കാരണം ഇവർ ചെയ്തത്? ലൻ നസ്ബിറാൻ തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ പേര് എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല. അതാണ് ഇവർ ചെയ്തെന്ത് തെറ്റ്. അല്ലാണ്ട് അനക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ എന്താവില്ല, തെറ്റാവില്ല. അപ്പോൾ അള്ളാഹു തന്ന നിയമത്തിലും അവൻ തന്ന റിസ്കിലും തൃപ്തിപ്പെടാതിരിക്കുക എന്നുള്ളത് എന്താണ്, ഒരു തരം ഇസ്രായേൽ ജൂത സംസ്കാരം. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അള്ളാഹു തന്ന റിസ്കിൽ അസന്തുഷ്ടി ഉണ്ടാകുമ്പോൾ പണ്ട് മൂസാ നബിനോട് ജൂതന്മാരോട് ചോദിച്ച പോലെയാണോ ഇത്, ഞാൻ എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിലേക്ക് കടന്നു തരണം. ഇനി നമുക്ക് അടുത്ത് പറയാം, ആയത്തല്ല. സാലിക്ക ബി എന്നവും യക്ഫുറൂ നബി ആയാത്തില്ല, അവർ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ എന്ത് ചെയ്യാണ് നിശ്ചയിച്ചു. വയക്കത്തുലൂന, അവർ എന്ത് ചെയ്തിരുന്നു, കൊല്ലുകയും ചെയ്തിരുന്നു. ആരാ? അൻ നബിയീന, പ്രവാചകന്മാരെ അവരെന്ത് ചെയ്തിരുന്നു, കൊന്നിരുന്നു. പക്ഷേ ഖുർആനിലോ ഹദീസിലോ ഇസ്രായേലികൾ ഇന്ന് ഏതെങ്കിലും ഒരു പ്രവാചകനെ കൊന്നു എന്തില്ല, ഇല്ല. ഏതെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന പ്രവാചകനൊക്കെ കൊന്നിരുന്നു. പക്ഷേ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചില ഇമാം ബൈലാവിയെ പോലെയുള്ള മുഫസ്സിറുകൾ യഹിയ നബി, സക്കരിയ നബി ഇവരൊക്കെ എന്തായിരുന്നു, ഇസ്രായേലിയർ കൊന്ന പ്രവാചകന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യഹിയ നബിയെ കൊന്നത് ദമസ്കസിലെ ഒരു രാജാവിന് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു പെണ്ണിന് എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണം. യഹിയ നബി എന്ത് ചെയ്തു, അതിനെറുത്തു. അപ്പോൾ ഈ പെണ്ണ് രാജാവിനോട് പറഞ്ഞു, ഇത് ബൈലാവി പറയുന്ന ചില മുഫസ്സിറുകൾ, മുൻഗാമികളായ മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തിയ സംഗതികളാണ്. പക്ഷേ ഇതൊന്നും റസൂലിലേക്ക് സനദില്ല. റസൂൽ പറഞ്ഞു എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഗതി ഇന്നത്തില്ല. മുൻഗാമികളെ ചില ആളുകൾ എഴുതി വെച്ച കഥകൾ മാത്രം. അങ്ങനെ ഈ പെണ്ണ് പറഞ്ഞു, യഹിയയുടെ തല ഒരു തളികയിൽ വെച്ച് കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കല്യാണം കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു, തൻ്റെ ആളുകളെയും കൂട്ടി യഹിയ നബി എന്ത് ചെയ്തു, കൊന്നു എന്നാണ്. പ്രവാചകന്മാർ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവർ കൊന്നിട്ട്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്, ജൂതന്മാർ പ്രവാചകന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. യഹിയ നബിനെ കൊന്നിട്ടുണ്ട്. ഇപ്പം ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഒരു ദിവസം തന്നെ ഒരുപാട് പ്രവാചകന്മാരെ ഈ ജൂതന്മാരെന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു. പ്രവാചകന്മാർക്ക് പോലും തങ്ങളുടെ ജീവനിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയിട്ടില്ല, ജൂതന്മാരുടെ ഉപദ്രവത്തിൽ എന്ത് ചെയ്യാൻ കഴിയിട്ടില്ല, രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ഈമാനില്ലായ്മ കൊണ്ടൊന്നുമല്ല. നമ്മളെ കാലത്തിലെ ചില ആളുകൾ ഫലസ്തീനിലെ കുട്ടികളെക്കുറിച്ച് നമ്മൾ നോക്കി ഈമാനിലായിട്ടാണെന്ന് പറയും. ചിലരങ്ങനെ പ്രസംഗിച്ച് കളിക്കുന്നു, ഓർക്കൊന്നും ഈമാനിലായിട്ടാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ലോകത്തെല്ലാ സത്യവിശ്വാസികൾക്കും എന്നേക്കാൾ ഈമാൻ നമ്മൾ എന്ത് ചെയ്യണ്ടേ, വിശ്വസിക്കണ്ടേ. ലോകത്തെല്ലാ സത്യവിശ്വാസികൾക്കും അന്നേക്കാൾ എന്തായാലും ഉണ്ട്, ഈമാനുണ്ട്. റബ്ബനാ ലലംന അംഫുസന എന്ന് അവൻ പറയണ്ടേ, അള്ളാഹുവേ ഞാൻ എന്നോട് എന്ത് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്നേക്കാൾ എന്തായാലും ഉണ്ട്, ഈമാൻ. ഞാനാ ഈമാനിൽ ഏറ്റവും എന്തായാൾ താണാണെന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ പ്രവാചകന്മാർക്ക് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇവരുടെ ഉപദ്രവത്തിനും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് ഉപദ്രവം ആര് ചെയ്തിട്ടുണ്ട്, ജൂതന്മാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക്, സൃഷ്ടികളിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ ഒന്നിക്കൊരു പ്രവാചകനെ ഒരു പ്രവാചകനെ കൊന്നയാൾ, അല്ലെങ്കിൽ ഒരു പ്രവാചകനാൽ കൊല്ലപ്പെട്ടയാൾ. ഒന്നുകിലൊരു പ്രവാചകനെ കൊന്നയാൾ, അല്ലെങ്കിൽ ഒരു പ്രവാചകനാൽ കൊല്ലപ്പെട്ടയാൾ. ഈ ആളാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ. പ്രവാചകനാൽ കൊല്ലപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ വ്യഭിചരിച്ചു, പ്രവാചകനെ എറിഞ്ഞു വന്നു, അങ്ങനല്ല. പ്രവാചകനായിട്ട് യുദ്ധം ചെയ്തിട്ട് പ്രവാചകനാൽ കൊല്ലപ്പെട്ട ഒരാൾ, അയാളാകുന്നു, അല്ലെങ്കിൽ പ്രവാചകനെ കൊന്നയാൾ ഈ സൃഷ്ടികളിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു. റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരാൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊന്നിട്ടുള്ളൂ. ആരെയാണെന്നറിയാം?
ഉഹദ് യുദ്ധത്തിന് പോകുമ്പോൾ മക്കക്കാരനായ ഉബയ്യ് ബിൻ ഖലഫ് അയാളെന്ത് ചെയ്തു, പിന്നെ പറഞ്ഞു ലഖ്തുലന്ന മുഹമ്മദ്, ഞാൻ മുഹമ്മദിനെ എന്ത് ചെയ്യും, കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഉബയ്യ് ബിൻ ഖലഫ് എന്ത് ചെയ്തു, റസൂലുള്ളാഹി അഫ്ലത്തിൻ്റെ ഏതെങ്കിലും അശ്രദ്ധയോടെ നടക്കുന്ന അവസരം ഉണ്ടാവില്ല. റസൂലുള്ളാഹി യുദ്ധത്തിൽ ജാഗ്രതയായിട്ട് നിൽക്കുക. എപ്പോഴെങ്കിലും റസൂലുള്ളാഹി അശ്രദ്ധനായാൽ റസൂലിനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തു, സഹാബികളുടെ ഇടയ്ക്കേ കൂടി ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉബയ്യ് ബിൻ ഖലഫ് കണക്കാൻ തുടങ്ങി. ഇതാര് കണ്ടു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. റസൂലുള്ളാഹി എന്ത് ചെയ്തു, ഒരു സഹാബത്തിൻ്റെ എടുക്കുന്ന ഒരു ആയുധം വാങ്ങിയിട്ട് ഈ ഉബയ്യ് ബിൻ ഖലഫിനെ എറിഞ്ഞു. അയാൾക്ക് പരിക്കേറ്റു. അയാൾ തിരിച്ച് മക്കയിലേക്ക് പോയി. മക്കയിലേക്ക് പോകുന്ന വഴിക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്തു, മരിച്ചു. അതിന് മുന്നേയോ അതിന് ശേഷം റസൂലുള്ളാഹിനെ കൈനെ കൊണ്ട് ഒരാളെന്ത് ചെയ്തിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ കൈനെ കൊണ്ട് മരിച്ച ആളാരാ? ഉബയ്യ് ബിൻ ഖലഫ്. പിന്നെ ജൂതന്മാരുടെ ഉപദ്രവങ്ങൾ, ഇപ്പോൾ റസൂലുള്ളാഹിക്ക് നേരിട്ട് വസ്ത്രം നടത്തിയ ആരാ? ജൂതന്മാരാ. ഇപ്പോൾ ബനു ഖുറൈള ഗോത്രമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അങ്ങനെ ഒരു ചുമരിൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയും. അപ്പോൾ ചുമരിൻ്റെ മേലെ ഒരു കല്ല് കയറ്റിയിട്ട് റസൂലിനെ തലക്ക് കിടാൻ വേണ്ടി എന്ത് ചെയ്തു, ശ്രമിച്ചു. അള്ളാഹു റസൂലിനെ എന്ത് ചെയ്തു, വഹി കൊടുത്ത് രക്ഷപ്പെടുത്തി. പിന്നെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് അത്യാവശ്യം അറബി മനസ്സിലായെങ്കിൽ ഇപ്പം ഒരു വെടിയേറ്റ് മരിച്ച് കിടക്കുന്ന ഒരു ഇതാണല്ലോ പണ്ഡിതൻ ആയിദുൽ കർണി എന്നിട്ട് സൗദിയിലെ ആയിദുൽ കർണി എന്ന് പറഞ്ഞാൽ സൗദിയിൽ ഏറ്റവും വലിയ അറിയപ്പെട്ടതായ മൂപ്പര് ഇന്തോനേഷ്യയിൽ നിന്ന് വെടിയേറ്റിട്ട് ഇവിടെ ഇപ്പോൾ സൗദി കൊണ്ടുവന്നിട്ട് മൂപ്പര് ഒരു ഹൈബർ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു സ്പീച്ചുണ്ട്. ശരിക്കും മൂപ്പര് ഓൺലൈനിൽ അടിച്ച ഫസ്റ്റ് മൂപ്പരെ പ്രസംഗം വരിക. എണീച്ചെന്ന് ആവേശമായി പോകും. മൂപ്പര് അതിനകത്ത് ഈ ഹൈബർ യുദ്ധത്തിൽ യൂതന്മാർ മുസ്ലിങ്ങളോട് ചെയ്ത ഉപദ്രവം ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ഈ ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്തുണ്ടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണെന്ത് ചെയ്തു, വിഷം പരട്ടി എന്ത് ചെയ്യാൻ വേണ്ടി സദ്യ ക്ഷണിച്ചു. പെണ്ണിൻ്റെ പേര് ഇമ്രാത്തു സലാമിന് മിഷ്കം എന്ന്, സലാമിന് മിഷ്കമിൻ്റെ ഭാര്യ. അങ്ങനെ റസൂലും സഹാബത്തും എന്ത് ചെയ്യാൻ തുടങ്ങി. ഒരു വേറെ സഹാബിന് പിന്നെ ഏതാ സഹാബി, ബിഷർബിന് ബറാഖ്. ഈ രണ്ട് റസൂലും ഈ സഹാബി എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പെണ്ണിനറിയാം റസൂലിന് ആടിൻ്റെ ഈ കൈന ഭാഗമാണ് റസൂലിന് എന്ത് ചെയ്തു ഏറ്റവും ഇഷ്ടം. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, നല്ലോണം വിഷം പുരട്ടി വെച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ഈ എല്ല് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തു, അറിയിച്ചു കൊടുത്തു. റസൂലെ എനിക്കെന്ത് ചെയ്തിട്ടുണ്ട്, വിഷമുണ്ട്, അതുകൊണ്ട് റസൂല് തിന്നണ്ട എന്നെന്ത് ചെയ്തു, ഈ എല്ല് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ ഹദീസിലുള്ളത്. ഈ ഇലാമ് എന്നെ എന്താ അറിയിച്ചു എന്നാണ്. ഈ എല്ല് റസൂലുള്ളാഹിനെ എന്ത് ചെയ്തു, അറിയിച്ചു. റസൂലുള്ളാഹിനെ മുജത്താണ്. പക്ഷേ എന്നിട്ടും ആ വിഷത്തിൻ്റെ അംശം റസൂലുള്ളാഹിനെ എന്ത് ചെയ്തു, ശരീരത്തിലുണ്ടായിരുന്നു. മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് വേദനിക്കാനുള്ള കാരണം റസൂലുള്ളാഹി പറഞ്ഞെന്താ, പണ്ട് ഹൈബറിന്ന് ആ ജൂതപ്പെണ്ണ് എന്ന വിഷത്തിൻ്റെ അവശിഷ്ടം. അങ്ങനെ ഇത് പിടിക്കപ്പെട്ടപ്പോൾ പെണ്ണെന്താ പറഞ്ഞേ, ജൂതന്മാർ തന്ത്രം നിങ്ങൾ നോക്കണം. പെണ്ണെന്താ പറഞ്ഞേ, പ്രവാചകനാണോ അതോ രാജാവാണെങ്കിൽ തിന്നും, പ്രവാചകനാണെങ്കിൽ അറിയിക്കും എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതെന്ത് ചെയ്തേ തന്നേന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇവർ നടത്തിയ ഇവരെ തന്ത്രങ്ങൾ, ജൂതന്മാരുടെ തന്ത്രങ്ങൾ ഭയങ്കര. റസൂലുള്ളാഹി മക്കത്ത് വരുന്ന മദീനക്ക് വരുന്നു, ബൈബിളിലും കൃത്യമായി പ്രവചിക്കപ്പെടുവാനായി റസൂലുള്ളാഹി ഇങ്ങനെ പ്രവാചകൻ വരുന്നതായിട്ടുള്ളതാ, ബൈബിളിലതാ. എനിക്ക് ശേഷം ഞാൻ പോയാലല്ലേ എനിക്ക് ശേഷം ഇന്ന പ്രവാചകൻ വരൂ എന്നൊക്കെ ബൈബിളിലുണ്ട്, കറക്റ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ വരുമെന്ന് ജൂതന്മാർ കറക്റ്റ് അറിയാം. അങ്ങനെ മുഹമ്മദിനെ വിശ്വസിക്കാൻ വേണ്ടി പ്രവചിക്കപ്പെട്ട പ്രകാരം മദീനയിലെ യഹൂദികൾ വരാൻ തുടങ്ങിയ സമയത്ത് കഅബ് ബിൻ അഷ്റഫ് പോലെയുള്ള ജൂതന്മാരെന്ത് ചെയ്തു, ഒരു തന്ത്രം എടുത്തു. എന്താ തന്ത്രം, നമ്മൾ കുറച്ചാൾക്ക് എന്ത് ചെയ്യുക, പോയിട്ട് രാവിലെ മുസ്ലിമാകും, വൈകുന്നേരം എന്താ പോയിട്ട് പറയാ നമുക്ക് മുസ്ലിമെല്ലാം പഠിച്ചിട്ട് തെറ്റാന്ന് ബോധ്യമായിട്ട് നമ്മളെന്ത് ചെയ്തു, കാഫറായി, നമ്മൾ പിന്നെയും കാഫറായി. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെയൊരു തന്ത്രം എടുത്തു. പക്ഷേ അള്ളാഹിൻ്റെ ദീൻ എന്ത് ചെയ്തിട്ടില്ല, ആടെയും തോറ്റിട്ടില്ല.
ഈ കൂട്ടത്തിൽ, ജൂതന്മാരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളായിരുന്നു കഅബ് ബിൻ അഷ്റഫ്. അവസാനം കഅബ് ബിൻ അഷ്റഫിന് എന്ത് ചെയ്യും? റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? കൊല്ലേണ്ടി വന്നു. റസൂലുള്ളാഹിനെ പിന്നെ അത്രമാത്രം, കാരണം ഇയാൾ മക്കയിൽ നിന്ന് മദീനയ്ക്കും, മദീനയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും? മക്കയിലേക്കും. എങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ സമയമൊക്കെ ഇയാൾ എന്ത് ചെയ്യും? ചൂഷണം ചെയ്യും. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എല്ലാ പ്രവാചകന്മാരെ കൊല്ലുക, പ്രവാചകന്മാരുടെ സന്ദേശത്തിന് എതിര് നിൽക്കുക, ഇത് ആരുടെ പരിപാടിയാണ്? ജൂതന്മാരുടെ പാരമ്പര്യമാണ്. അത് ഖുർആൻ നമുക്ക് എന്ത് ചെയ്താണ്? മനസ്സിലാക്കി. പ്രവാചകന്മാർ പോലും എന്ത് ചെയ്തിട്ടില്ല? ഇവരുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? രക്ഷപ്പെട്ടിട്ടില്ല. അള്ളാഹു നമ്മളെല്ലാവരും എന്ത് ചെയ്യട്ടെ? ജൂതന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വിട്ടു. ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിനൊക്കെ ജൂതന്മാർ വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും, അസ്സാമു അലൈക്കും. ജൂതന്മാർ വന്ന് പറഞ്ഞ ഇപ്പോൾ ആയിഷ റളിയല്ലാഹു ദേഷ്യം പിടിച്ചു. വലൈക്കും അസ്സാം വലായന എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, നിങ്ങളുടെ മേൽ ശാപവും കോപവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ അങ്ങനെ നീ എന്ത് ചെയ്യണ്ട, പറയണ്ട, അലൈക്കും മാത്രം എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. വലൈക്കും മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ സംഗതി എന്താ? അള്ളാഹുവിൻ്റെ റിസ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ആ നന്ദി കേട് അതാണെന്ത്? അവരുടെ കോപത്തിനുണ്ടാവാനുള്ള ഒരു കാരണം. പിന്നെ അവർക്ക് കോപമുണ്ടാകാനുള്ള വേറെ കാരണങ്ങൾ എന്താ? അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർ എന്ത് ചെയ്തു? നിഷേധിച്ചു കണ്ടു. പ്രവാചകന്മാരെ അവരെന്ത് ചെയ്തു? കൊന്നു. പിന്നെ നമുക്ക് അടുത്ത ആയത്ത് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണോ? ഒരു സംഗതി മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത ആയത്ത് നമ്മളെ നാട്ടിൽ, നമ്മളെ ചേകന്നൂരും സിയൻ അഹമ്മദ് മൗലവിയും വേറെ കുറേ ആളെല്ലാം ഒരുപാട് അവരാവശ്യത്തിന് വേണ്ടി ഓതിയ ആയത്താണെന്ത്? അടുത്ത ആയത്ത്. ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. സൂറത്ത് ആലിമ്രാനിലൊരു ആയത്തുണ്ട്. ഹുവല്ലദി അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തി മുഹക്കമാത്തിൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഹറു മുത്തശാബിഹാത്ത്. എന്താ? അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്തേ? കിതാബിനെ, ഖുർആൻ ഇറക്കി തന്നത്. മിൻഹു ആയാത്തി മുഹക്കമാത്തിൻ, അതിനകത്തുന്നുണ്ട് നിർണിതമായ ആയാത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഖുർആൻ്റെ അടിസ്ഥാനം. വ ഉഹറു മുത്തശാബിഹാത്ത്, പിന്നെ പരസ്പരം സാദൃശ്യം തോന്നുന്ന ചില ആയത്തുകളുണ്ട്. അമ്മല്ലദീന ഫീ കുലൂബിഹിം സൈ, മനസ്സിൽ വളവില്ല ചില ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅ തഅ്വീലിഹി, അവരുടെ തന്നിഷ്ടപ്രകാരം അവർ എന്ത് ചെയ്യും? ഈ സാദൃശ്യമുള്ള ആയത്തുകൾ എന്ത് ചെയ്യും? പിൻപറ്റും. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അത്തരം ആയാത്തുകളുടെ വിശദീകരണം അല്ലാഹ്ക്ക് മാത്രമേ അറിയൂ. വറാസിഹൂന ഫിൽ ഇൽമി, അറിവിൽ നല്ല ആയത്തിൽ അറിവുള്ള ആളുകൾക്കും. യഖൂലൂന, ആയ ആലിമീങ്ങൾ പറയും, ആമന്നാ ബിഹി, നമ്മൾ ആ ആയത്തുകൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. കുല്ലും മിൻ ഇൻദ റബ്ബിന, അങ്ങനെയുള്ള ഖുർആനുള്ള മുഹക്കമായ ആയാത്തുകളും മുത്തശാബിയായ ആയകളും അത് മുഴുവൻ മിൻ ഇന്ദി റബ്ബിന, നമ്മുടെ റബ്ബിൽ നിന്നുള്ളതാകുന്നു. ഒമാ യസക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. ഖുർആനിലെ രണ്ട് തരം ആയത്തുകളുണ്ട്, മുഹക്കമായ ആയത്തുകളും മുത്തശാബിയായ ആയത്തുകളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമലുകൾ ചെയ്യുന്നതൊക്കെ എന്താ? മുഹക്കമായ ആയാത്തുകൾ. ഇമാം ലഹാഖ് ശരിക്കും പറഞ്ഞത് നാമൽ ബിൽ മുഹക്കം, നമ്മൾ മുഹക്കമായ ആയാത്തുകളെ കൊണ്ട് എന്ത് ചെയ്യുക? അമല് ചെയ്യുക, വ്യക്തമായി വന്ന ആയാത്തുകൾ. വനുഅ്മിനു ബിൽ മുത്തശാബി, പക്ഷേ മുത്തശാബിയായ ആയാത്തുകൾ ഖുർആനിലുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. ഖുർആനിൽ ചില ആളുകൾക്ക് ഇഷ്കാലാക്കാൻ പറ്റിയ ചില ആയാത്തുകളുണ്ട്. ഷെയ്ഖ് സാലിൽ ഹുസൈമിനോട് ഒരാൾ ചോദിച്ചു, അല്ല ഷെയ്ഖേ, എന്തിനാണ് ഖുർആനിൽ ഇങ്ങനെ മുത്തശാബിയായ ആയത്തുകൾ, എല്ലാം മുഹക്കമായ വ്യക്തമായ ആയത്തുകൾ തന്നെ പോരേന്ന് ചോദിച്ചു. അപ്പോൾ സാലിൽ ഹുസൈമിൻ പറയുന്നതെന്തറിയോ? അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹ് എന്തെങ്കിലും കള്ളു ഉണ്ടാക്കിയിട്ടുണ്ട്, കള്ളു കുടിക്കോ ഇല്ലെന്നറിയാം. അതുപോലെ ഒരു പരീക്ഷണം, ആരൊക്കെയാണ് ഈ മുത്തശാബിയായ ആയത്തുകൾ പിൻപറ്റിയിട്ട് വഴിവേക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണെന്ത്? ഈ മുത്തശാബിയായ ആയാത്തുകൾ. ഇങ്ങനെ ഈ ആയാത്തുകളെ സംബന്ധിച്ച് നമ്മളെ നിലപാടെന്ന് വിചാരിച്ചാൽ, മുൻഗാമികളായ ഇമാമികൾ എന്താണ് ഖുർആൻ്റെ ആയത്തുകൾക്ക് നൽകിയ അർത്ഥം, ആ അർത്ഥം അങ്ങനെ എന്ത് ചെയ്യുക? പിൻപറ്റുക. അതാണ് നമ്മളുടെ നിലപാട്.
ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുമായിട്ട് നടത്തിയ ഒരു ദീർഘമായൊരു സംവാദമുണ്ട്. ഒരു ഈജിപ്തിലെ പണ്ഡിതൻ അദ്ദേഹത്തോട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയോട് ചോദിച്ചു, നിങ്ങളെന്തിനാ, നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല സംഭവം, സലഫി എന്ന് പറഞ്ഞു നടക്കുന്നത്, നിങ്ങളെന്തിനാന്ന് സലഫി എന്ന് പറഞ്ഞു, സമ്മാക്കുമൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ എന്നല്ലേ നിങ്ങൾക്ക് അല്ലാഹ് പേരിട്ട് എന്നാര് ചോദിച്ചു? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയോട് ചോദിച്ചു. മൂപ്പര് അതിന് നൽകിയ ഒരു മറുപടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഖാദിയാനിയും ഷിയയും എന്ന് പറയുന്നത് മുസ്ലിമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മുസ്ലിങ്ങൾ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും പറയുന്ന മുസ്ലിമാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഓക്കെ അവർ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ അൽബാനി പറഞ്ഞു, അവരും പറയുന്നത് ഖുർആനും സുന്നത്തും തന്നെയല്ലേ, അവരും പറയുന്നത് ഖുർആൻ സുന്ന. അപ്പോൾ എന്താ വ്യത്യാസം? ഖുർആനിനെയും സുന്നത്തിനെയും എങ്ങനെ മനസ്സിലാക്കണം? സലഫുകൾ, സലഫുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ, സലഫ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ, ഈ സമുദായത്തിൻ്റെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നവർ. അഥവാ മൂപ്പര് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, അസ്സലഫ്, സലഫ് എന്ന് പറഞ്ഞാൽ അല്ലദീന യഫ്ഹമൂലൽ ഖുർആന, അവർ ഖുർആനിനെ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. വസ്സുന്നത്ത, സുന്നത്തിനെയും കമാ ഫഹിമ, മനസ്സിലാക്കിയതുപോലെ. അസ്സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അതാണ് നമ്മളെ അടിസ്ഥാനം. നമ്മളെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, വ്യാഖ്യാനം കൊടുക്കുക. ഞാൻ നിങ്ങളോടിപ്പം പറയാം, ഞാൻ അസീസ് ഖാൻ പറഞ്ഞു ഒന്ന് പുറത്തു പോകും, ഒന്ന് പുറത്തു പോകും, അത് ഞാൻ അസീസ് ഖാൻ ആട്ടിപ്പായിപ്പിച്ചു എന്നും പറയാം, പുറത്തു പോകാൻ വേണ്ടി അപേക്ഷിച്ചെന്നും പറയാം. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് തിരിയിലായിരിക്കും മാത്രമാണ് ഞാൻ പറയുമ്പം കേട്ടാക്ക്, ഞാൻ പറയുമ്പോൾ കേട്ടാക്ക്. അതുപോലെ റസൂൽ പറയുമ്പം സദസ്സിൽ ആരുണ്ടായിരുന്നു, അവർക്കാണ് റസൂലിൻ്റെ വാക്കിൻ്റെ കറക്റ്റ് ഉദ്ദേശം തരിക. നമുക്കുള്ളത് റസൂൽ വാചകത്തിൻ്റെ ടെസ്റ്റ് മാത്രമാണ്, ടെസ്റ്റാണ്. അതിൻ്റെ ഫീലിംഗ് ഉള്ളത് ആയിരിക്കായിരുന്നു, റസൂലിൻ്റെ വാക്കുകളുടെ ഫീലിംഗ് അനുഭവിച്ചതാരാ? സഹാബത്താണ്. ആ സഹാബത്തായിരിക്കും അതിൻ്റെ ശരിയായ വിശദീകരണം പറയാൻ യോഗ്യർ. അതുകൊണ്ട് സഹാബത്ത് എന്താണ് വിശദീകരണം നൽകിയത്, അതാണ് ശരിയായ വിശദീകരണം. ആ സഹാബത്ത് നൽകിയ വിശദീകരണമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത്. അങ്ങനെ സലഫുകൾ, അഥവാ സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ ഖുർആനും സുന്നത്തിനെയും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നവർ, അതാണെന്ത് സലഫ്. അതിൻ്റെ വൺ വേർഡാണെന്ത് സലഫ്. അപ്പോൾ ഖുർആനും സുന്ന, ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഞാനിത് പറയാൻ കാരണം എന്താ അറിയുമോ, നമ്മൾ ശരിക്കും ഈ വിഷയം ഗൗരവമായി മനസ്സിലാക്കണം. ഖുർആനെ സലഫുകൾ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും പാടുള്ളൂ. നമ്മളിഷ്ടത്തിന് വ്യാഖ്യാനിച്ചാടല്ലോ എത്തും. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലൊരു ചങ്ങായി മാലയില്ലേ, ഈ മറ്റേ തസ്ബീഹ് മാല തൊപ്പി അത്തളം വെക്കുന്നൊരു ചങ്ങായി, ഞാൻ അവിടെ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലത്തേക്കിനെ കൊണ്ടാടോ ദിക്റില്ലേ, നീ ഇതിനെ ഇല്ലാണ്ടാക്കുന്നു വെച്ചു. എന്നിട്ട് അവൻ പറഞ്ഞെന്താ അറിയോ, അത് ഏതാ മോനെ ബെർല്. അപ്പം നമ്മളിഷ്ടത്തിന് ഇങ്ങനെ ആളെന്ത് ചെയ്യുക, ഇങ്ങനെ വ്യാഖ്യാനിക്കുക. ഈ ഖുർആനെ സുന്നത്തിനെയും തങ്ങളെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച ആളുകളെ പണ്ഡിതന്മാർ ഒരു 5-6 കാറ്റഗറി ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഒന്നാമത് അൽ ഖവാരിജ്, ഞാൻ പറയാൻ അടുത്ത ആയത്ത് നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഈ ഒരു ചരിത്രത്തിലൂടെ ഇങ്ങനെ പോകണം. അൽ ഖവാരിജ്, ഒന്നാമത്തത് ഖവാരിജ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു മുആവിയയും കാഫിറായി എന്ന് പറഞ്ഞ ആളാണ്. അലി റളിയല്ലാഹു അൻഹു മുആവിയയും കാഫിറായി എന്ന് പറഞ്ഞു. അവർ കാഫിറായി പറഞ്ഞ കാരണം എന്താ, അലി റളിയല്ലാഹു അൻഹു മുആവിയും ഭരണകാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തി. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലെത്താൻ വിധി കൽപ്പിക്കാൻ ആർക്ക് അധികാരമില്ല, അലിക്കും മുആവിക്കും അധികാരമില്ല. ഇനിൽ ഹുക്കുമില്ല ലില്ല, ഭരണം നടത്താൻ അല്ലെങ്കിൽ ഹുക്കും നടത്താൻ ആർക്ക് അധികാരമുള്ളൂ, അള്ളാഹ്ക്ക് അധികാരമുള്ളെന്ന് ഖുർആനിൽ ആയത്തിനെ ഓതിയിട്ട് എന്ത് ചെയ്തു, ദുർവ്യാഖ്യാനിച്ചു. ആര്? ഖവാരിജികൾ. പിന്നെ ആര് പോയി? ഷിയാക്കൾ പോയി. ഷിയാക്കൾ എന്താ പറഞ്ഞത്, ഖുർആനിൽ 10,000 ആയത്തുണ്ട്, ഇപ്പോൾ ഉള്ളത് 6,000 ആയത്തുള്ളൂ. ബാക്കി ആയത്തുകൾ അഹ്ലുബൈത്തിൻ്റെ, അലിയുടെയും ഫാത്തിമയുടെ ഒക്കെ കയ്യിലെന്താണ് ഉണ്ട്, നമുക്കില്ല. ഖുർആനെ തന്നെ അവരെന്ത് ചെയ്തു, ഷിയാക്കൾ വ്യാഖ്യാനിച്ചു. പിന്നെ സൂഫിയാക്കൾ ഒരുപാട് ദുർവ്യാഖ്യാനം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സമസ്തക്കാർ പറയുന്ന ദുർവ്യാഖ്യാനം നമുക്കറിയാം. സൂഫിയാക്കളുടെ ദുർവ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഉദാഹരണമായിട്ട് പറയൽ, വഅബ്ദുർ റബ്ബക്, നീ നിൻ്റെ റബ്ബിനെ എന്ത് ചെയ്യുക, ആരാധിക്കുക. ഹത്താ യഅതിയക്കൽ യഖീൻ, നിനക്ക് അൽ യഖീൻ എത്തുന്നവരെ. എന്താ അൽ യഖീൻ? അയിനല്ല, യാ കാഫി നൂന്, യഖീൻ എന്ന് പറയില്ല, യഖീനാണ് ഉറപ്പ്. യഖീൻ ഉറപ്പ്.
ഈ യക്കീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ള ഉണ്ട്, റസൂൽ സത്യമാണെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് വാബുദ് റബ്ബക്ക, നിൻ്റെ റബ്ബിനെ എന്ത് ചെയ്യുക? ആരാധിക്കുക. ഹത്ത എഴുത്തിയക്ക, നിനക്ക് വരുന്നവരെ. അൽ യക്കീൻ, നിനക്ക് ഉറപ്പ് കിട്ടുന്നവരെ നിൻ്റെ റബ്ബിനെ ആരാധിക്കുക. അപ്പോൾ നമ്മളെ സൂഫി മശാഹികന്മാർക്ക് എന്ത് കിട്ടി? അള്ളി റസൂലിലുണ്ടെന്ന ഉറപ്പ് കിട്ടി. ഇനി എന്ത് ചെയ്യണ്ട? ഇബാദത്ത് ചെയ്യണ്ട എന്ന് ഇവരെന്ത് ചെയ്തു? ഈ ആയത്ത് ഉപയോഗിച്ചിട്ട് എന്ത് തുടങ്ങി? പറയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ യക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? മരണയുടെ ഉദ്ദേശം. മരണാനന്തരം ഒരാൾക്ക് ഉറപ്പാണല്ലോ, പരലോക സത്യമായി ബോധ്യമാണല്ലോ. ആ യക്കീനാണ് നേടേണ്ട ചെയ്ത ഉദ്ദേശം. അതിന് ഇവരെന്ത് ചെയ്തു? മാത്രമല്ല അതിന് യക്കീനും കൊണ്ട് മരണമാണ് ഉദ്ദേശമെന്ന് മുഫസ്സിരിങ്ങൾ മുഴുവൻ പറഞ്ഞതാണ്. അതിന് ഇവരെന്ത് ചെയ്തു? ഇവരുടെ ആവശ്യത്തിന് എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ചു. എത്രത്തോളം? ഇവരുടെ വാദം എന്താ? അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നല്ലേ. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാനും അള്ളയാണ്, നിങ്ങളും അള്ളയാണ്, എല്ലാവരും എന്താണ്? അള്ളയാ. അപ്പോൾ ഒരു തർക്കം വന്നു. അങ്ങനെ എല്ലാവരും അള്ളയാണെങ്കിൽ ഫിറോൻ എങ്ങനെ കാഫിറ? ഫിറോൻ എന്താ പറഞ്ഞേ? അന റബ്ബുക്കുമില്ലായില്ല, ഞാനും റബ്ബന്നെ. അന റബ്ബുക്കുമില്ലായില്ല, ഞാനും റബ്ബന്നെ എന്ന് ആര് പറഞ്ഞു? ഫിറോൻ പറഞ്ഞു. അങ്ങനെ ഇവർ സൂഫിസം തലയിൽ കയറിയ പൗരാണിക സൂഫികൾ. നമ്മുടെ നാട്ടിലെ സൂഫികൾക്ക് ആവാതെ ഇപ്പം പറയാനെന്തില്ല, ധൈര്യമില്ല. വാന റബ്ബുക്കുമില്ലായില്ല എന്ന് പറഞ്ഞ ഫിറോൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. ഫിറോൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു ആളുകൾ, ഫമാ റബ്ബുക്കുമായ മൂസ എന്ന് ഫിറോൻ ചോദിച്ചിട്ടില്ലേ? ഏതാ നിങ്ങളെ രണ്ടുപേരുടെയും റബ്ബ് ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? ഫിറോൻ ചോദിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഫിറോൻ ചോദിച്ചെന്തിനാ? ഇല്ല എന്നർത്ഥത്തില്ല ചോദിച്ചേ, എന്ത് റബ്ബാന്ന് നിൻ്റെ ചോദിച്ചേ. ശിവര് പറഞ്ഞു, മൂസനോട് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഫമാ റബ്ബുക്ക്, ഫമാ ആദാന്ന് വയ്ക്കില്ല, നമ്മൾ മഹാദാന്ന് വയ്ക്കില്ലേ, അതേപോലെ മൂസനോട് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെന്നറിയോ, ഖുർആൻ ഹദീസിന് എന്ത് ചെയ്തിട്ടുണ്ട്? തങ്ങളുടെ ഇഷ്ടപ്രകാരം ഓരോ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ വ്യാഖ്യാനി യുദില്ലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് കുറേ ആളുകൾ എന്ത് ചെയ്യും? വൈബേക്കും. കുറേ ആളുകൾ കൊണ്ട് എന്ത് ചെയ്യും? പണ്ട് സംസ്ഥക്കാർ ആയത്തോതില്ല. ഇപ്പോൾ സ്റ്റേജമ്മക്കാർ ഓരോന്നിനും ഇത്ര ആയത്തേ ഉള്ളവർക്ക്, ആയത്തോ ഹദീസവർക്ക് ഉണ്ട്. എന്തിന്? മഹാന്മാരെ വിളിച്ചവിടെ. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിന് പോയ ചങ്ങായി ഇപ്പം എന്ത് ചെയ്ത്? വെച്ചോരെ പിന്നെ ജിന്ന വിളിച്ചവിടെ ചെറുക്കില്ലാന്ന് ആ ചെങ്ങായി എന്ത് ചെയ്ത്? ആയത്തോതി. അപ്പോൾ ആ ചെങ്ങായിനോട് ചോദിച്ചു, ആ ചെങ്ങായിനെ ഇർത്തി മുറിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ആയത്തിന് ആരെങ്കിലും മുഫസ്സിരിങ്ങൾ ആരെങ്കിലും അർത്ഥം പറഞ്ഞു? ചെങ്ങായിക്ക് ഒരു മുഫസ്സിരിൻ്റെ പേരും പറയാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ ഇന്ന് ആയത്ത് തുടങ്ങിയാൽ എന്തെയില്ല, തീരും തോന്നുന്നില്ല. ആയത്ത് തുടങ്ങണ ആയത്തിൻ്റെ സബബുനുസൂൽ അറിയാം. ആ ആയത്തിൻ്റെ സബബുനുസൂൽ അറിയാം. സബബുനുസൂൽ നമുക്കറിയാം. സൽമാൻ ഫാരിസി, ഫാരിസി എന്ന് പറഞ്ഞാൽ എന്താ? പേർഷ്യക്കാരനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. സൽമാൻ ഫാരിസി എന്ത് ചെയ്തു? മൂപ്പരെ അടിമയാക്കി പിടിച്ചു. മൂപ്പര് ഓരോ മതം മൂപ്പർക്ക് അറിയാം. മൂപ്പര് ഓരോ യാഥാർത്ഥ്യം അന്വേഷിച്ച് മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. ഞാനീ ജീവിക്കുന്നൊന്നല്ല, സത്യത്തിലെല്ലാം തോന്നും. ചില ഇപ്പം നമ്മളെ പറഞ്ഞില്ലേ, നമ്മളെ മനസ്സാക്ഷിയോട് പൂർണ്ണമായും എന്ത് ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമില്ലാത്ത ഒരു മതത്തിൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, യോജിക്കാൻ പോകാൻ കഴിയില്ല. ഉറപ്പാണ്. നിങ്ങൾ ചോദിക്കുക, റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരു കുട്ടിയും റസൂലിനെ എന്ത് ചെയ്തിട്ടില്ല, കുറ്റം പറഞ്ഞില്ല. പക്ഷേ ഈ അമൃതാനന്ദമയിൻ്റെ കൂടെ ജീവിച്ച ആളുകൾ, നിങ്ങൾ ഇത് വായിച്ചിനാ ഹോളി ഹെല്ലില്ലേ, ഹോളി ഹെല്ലിൽ ആ പെണ്ണ് പറഞ്ഞതിന് കണക്കില്ല. ആ പെണ്ണ് പറഞ്ഞ കണക്കില്ല. ഹോളി ഹെല്ലിൽ അമൃതാനന്ദമയിക്കെതിരെയുള്ള ആരോപണങ്ങളും അമൃതാനന്ദമയി മഠത്തിലല്ല, ഒരു ഇസ്ലാമല്ലാത്തൊരു ദീനിൽ വിശ്വസിച്ചാക്കും തങ്ങൾ ജീവിക്കുന്നത് എന്തോ പ്രശ്നമുള്ള ഒരു ആദർശത്തിലാണെന്ന് അവരുടെ മനസ്സിലെന്ത് ചെയ്യും, തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സൽമാൻ ഫാരിസിക്ക് എന്ത് ചെയ്തു, തോന്നിയിട്ട് അദ്ദേഹം ഓരോ മതങ്ങളും കടന്ന് എന്ത് ചെയ്തു, ഇങ്ങനെ യാത്രയായി. അങ്ങനെ ആ യാത്ര ചെയ്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, അടിമയാക്കിയിട്ട് എന്ത് ചെയ്തു, പിടിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ഈത്തപ്പന മരത്തിൻ്റെ മേലെ ഈത്തപ്പന പറിക്കാൻ കയറി. അങ്ങനെ പറിക്കുന്ന സമയത്ത് താഴേന്ന് ആളുകൾ പറയുന്നത് കേട്ടെന്ത്, മക്കയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്,
ആ പ്രവാചകൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് ആര് കേട്ടു? സൽമാൻ അൽ ഫാരിസി കേട്ടു. അങ്ങനെ സൽമാൻ അൽ ഫാരിസി സൽമാൻ ഫാരിസി എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഇസ്ലാം എന്ത് ചെയ്തു? സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൽമാൻ അൽ ഫാരിസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഒരു വലിയ സംഭവം എന്താ? ഹൈബർ കടങ്ങു വയ്ക്കാൻ അഭിപ്രായം പറഞ്ഞ ആളാരാ? സൽമാൻ അൽ ഫാരിസിയാണ്. ഹൈബറിലെ പള്ളികളിലും പൂട്ടിയില്ലേ? ഹന്തക്കിൽ ഹൈബറിലല്ല, ഹന്തക്കില്ലേ പള്ളിയെല്ലാം പൂട്ടിയെന്ന് പറഞ്ഞാൽ പേപ്പറിൽ കണ്ടേ. അങ്ങനെ സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ യാത്രകളെക്കുറിച്ച് എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നസലത്ത് ഫി അസ്ഹാബി സൽമാൻ അൽ ഫാരിസി, ഈ ആയത്തിറങ്ങുന്നത് സൽമാൻ അൽ ഫാരിസിയുടെ കൂട്ടുകാരുടെ കാര്യത്തിലാകുന്നു. ബൈനഹു യുഹദ്ദിസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം ആര്? സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹിയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. യുസക്കർ അസ്ഹാബുഹു ഫഅബറ ഖൈറഹു, സൽമാൻ അൽ ഫാരിസി തൻ്റെ കൂട്ടുകാരെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തേ? കാനു യസൂമൂന, അവർ നോമ്പെടുക്കാറുണ്ടായിരുന്നു. വയുക്മിനൂൻ മുനബിക്ക, താങ്കളെ അവർ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കാറുണ്ടായിരുന്നു. വയഷ്ഹദൂന, അവർ സാക്ഷ്യം വഹിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. അന്നക സതുബഅസു നബിയൻ, താങ്കളെ നബിയാക്കിയിട്ട് അള്ളാഹു നിയോഗിക്കുമെന്നും എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ചിരുന്നു. അങ്ങനെയൊക്കെ സൽമാൻ എന്ത് ചെയ്തു? എന്നെ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഫലമ്മ ഫറ, സൽമാൻ തൻ്റെ വർത്താനം നിർത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും മിൻ അഹ്ലിന്നാർ, അവരെല്ലാം നരകത്തിൻ്റെ ആളാണ്, അവരെല്ലാം നരകത്തിൻ്റെ ആളാണ്. ഫസ്തദ്ദ സൽമാൻ, അപ്പോൾ സൽമാൻ എന്തായി? ബേജാറായി. സൽമാന് ബേജാറായി. ഫഅൻസൽ അല്ലാഹു ഹാദിഹിൽ, അപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്തേ? ഈ ആയത്ത് ഇറക്കി. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും ആമനു അറിയാലോ, വിശ്വസിച്ചവർ. വല്ലദീന ഹാദു, ജൂതന്മാരും യഹൂദികളും. വന്നസാറ, ക്രിസ്ത്യാനികളും. വസ്സാബീൻ, സാബികളും. സാബികൾ എന്ന് പറഞ്ഞാൽ അതിന് മലയാളമൊന്നുമില്ല, സാബികളുണ്ട്. മൻ ആമന ബില്ലാഹി, ആരല്ലാഹുവിൽ വിശ്വസിച്ചുവോ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിച്ചുവോ, വ അമില സ്വാലിഹൻ, സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തുവോ, ഫലഹും, അപ്പോൾ അവർക്കുണ്ട്, അജുറുഹും, അജുറെന്താ? പ്രതിഫലം, ഇന്ദ അടുത്ത്, റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവർക്ക് പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് എന്തില്ല? ഭയമില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല. ഇപ്പം ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ. വല്ലദീന ഹാദു, യഹൂദികൾ. ഇപ്പോൾ യഹൂദികൾക്ക് അങ്ങനെ ആ പേര് വരാനുള്ള കാരണം എന്താ? നമുക്കറിയാം യഹൂബ് നബിൻ്റെ വേറെ പേരാണെന്ത്? ഇസ്രായേൽ. അതുകൊണ്ട് ബനി ഇസ്രായേൽ എന്നെന്ത് പേരും. യഹൂദിന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണമാണ് പറഞ്ഞുള്ളത്. അവർ പശുവിനെ അറുത്തല്ലോ, പശുവിനെ ആരാധിച്ചല്ലേ, പശുവിനെ ആരാധിച്ചിട്ട് അവസാനം തിരിച്ച് തൗബ ചെയ്തു. തൗബ ചെയ്ത സമയത്ത് മൂസാ നബി പറഞ്ഞ വാചകം ഹുദിന ഇലൈക്ക്, ഹുദിന ഇലൈക്ക്, തുബിന ഇലൈക്ക, നിന്നിലേക്ക് മടങ്ങി എന്ന അർത്ഥത്തിലാണ് എന്ത് പറഞ്ഞേ? ഹുദിന ഇലൈക്ക് എന്ന് പറഞ്ഞത്. തൗബ ചെയ്തു എന്ന അർത്ഥത്തിൽ എന്ത് പറയും? ഹുദിന എന്ന് പറയും. തൗബ ചെയ്തു എന്ന അർത്ഥത്തിൽ എന്ത് പറയും? ഹുദിന ഇലൈക്ക്. ആ പദത്തിൽ നിന്നാണ് എന്ത് വന്നേ? യഹൂദികൾ എന്ന പദം വന്നെന്നൊരു ഭാഗം. അതല്ല, യഹൂബ് നബിയുടെ മൂത്ത മോനാരാ? യഹൂബ് നബിൻ്റെ മൂത്ത മകൻ യഹൂദ, മൂത്ത മോൻ്റെ പേരെന്നാ യഹൂദ. ആ യഹൂദയിൽ നിന്നാണ് യഹൂദികൾ എന്ന പേര് വന്നേന്നുണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് മൂസാ നബിയുടെ ഹുദിന ഇലൈക്ക എന്നുള്ള ഭാഗത്തിൽ നിന്നോ, അല്ലെങ്കിൽ യഹൂബ് നബിയുടെ മൂത്ത മകനായ യഹൂദയിൽ നിന്നാണ്. ഇതിൽ ഏതോ ഒന്നിൽ നിന്നാണ് എന്ത് വന്നത്? യഹൂദികൾ എന്നുള്ള പേര് വന്നത്. വൻ നസാറ,
ക്രിസ്ത്യാനികൾ എന്താ നസാറ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പേര് വരാൻ കാരണം? 2 കാരണമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമുക്കറിയാം നസാറ സഹായിച്ചു. പറഞ്ഞേ യാ മിസ വൈദ് കുൽത്തും വൈദ് കാല ഈസബിന് മറിയമ യാ ബനി ഇസ്രായേൽ എന്താ പറഞ്ഞേ? കൂനു അൻസാറല്ല. നമ്മളോട് അല്ല പറഞ്ഞില്ലേ കൂനു അൻസാറല്ല കമാ കാല ഈസബിന് മറിയമ ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാ. അള്ളാഹുവിനെ സഹായിക്കാൻ എന്നവരായിത്തീരൂ. അപ്പോൾ ഈസാ നബിയെ സഹായിച്ചവർ എന്ന പദത്തിൽ നിന്നാണ് എന്താ ഇത് നസാറ എന്ന പദം ക്രിസ്ത്യാനികൾക്ക് കിട്ടിയെന്ന് വാദം. അതല്ല, നസ്രത്ത് നല്ലിങ്ങോ ബത്ലഹേമിലെ ഫലസ്തീനിലെ സ്ഥലമാണ് എന്ത് നസ്രത്ത്. അപ്പോൾ നസ്രത്തിലാണ് ആര് ജനിച്ചത്? ഈസാ നബി ജനിച്ചത്. അങ്ങനെ ഈസാ നാസിരി നസ്രത്തുകാരനായ ഈസ എന്ന പേര് ഈസാ നബിക്കുണ്ട്. അങ്ങനെ ആ നസ്രത്തുകാരനെ പിൻപറ്റുന്നവർ എന്ന പേരിൽ ആർക്ക് വന്നു? നസാറ എന്നാർക്ക് പേര് വന്നു? ക്രിസ്ത്യാനിക്ക് വന്നു. ഈ 2 വിശദീകരണം നൽകിയിട്ടുള്ളത്. ഒന്ന് അൻസാറുള്ള എന്ന അർത്ഥത്തിൽ, അല്ല അൻസാർ ഈസബിന് മറിയം എന്ന അർത്ഥത്തിൽ. മറ്റേതോ ഈസാ നാസിരി നസ്രത്തുകാരനായ ഈസയെ പിൻപറ്റുന്ന അർത്ഥത്തിൽ. സാബിയീൻ പിന്നാരാ? സാബിയീൻ. നിങ്ങൾ വേറെ കാര്യം ചിന്തിച്ചോ? നമ്മൾ റസൂൽദാനെ സഹായിച്ചില്ലേ? നമ്മളെന്താ റസൂൽദാനെ സഹായിക്കില്ലേ? വാസിറു ഖുറാനിൽ പറഞ്ഞത് റസൂലിനെ സഹായിക്കാണ് ഖുറാൻ നമുക്ക് കൽപ്പിച്ചല്ലേ. പക്ഷെ നമ്മപ്പം നസ്രാണികളാവില്ലേ? നമ്മളെന്താ നസ്രാണികളാവാത്തേ? ഈസാ നബിനെ സഹായിച്ചാൽ നസ്രാണിയാണെങ്കിൽ മുഹമ്മദ് നബിനെ സഹായിച്ച് നമ്മൾ നസ്രാണിയാവണ്ടേ? അപ്പോൾ റസൂലുള്ളാഹി ഖുർആൻ നസ്രാണികൾക്ക് അങ്ങനെ പേര് കൊടുത്തു. മൂസാ നബിൻ്റെ ആൾക്ക് പേര് കൊടുത്തു, യഹൂദികളെന്ന് പേര് കൊടുത്തു. നമുക്കെന്ത് പേര് കൊടുത്തെന്ന് അറിയുമോ? മുക്മിനൂൻ എന്ന് പേര് കൊടുത്തു. എന്ത് മുക്മിനൂൻ? എന്താ അങ്ങനെ പേര് കൊടുക്കാൻ കാരണം? നമ്മളെല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്കെന്ത് പേര് കിട്ടി? മുക്മിനൂൻ. മറ്റുള്ളവർക്കോ യഹൂദീന്നും കിട്ടി, നസാറെന്നും കിട്ടി. നമ്മളെല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കുന്നത് നമുക്കെന്ന് കിട്ടി? മുക്മിനൂൻ എന്ന് പേരിട്ട്. പിന്നെയുള്ളതാരാ? സാബീൻ. എന്താ സാബീൻ? സഭ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു മതത്തിൽ ചേരുക. അതാണ് സഭ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സാബി എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്ന് മാറിപ്പോയി ആളുകൾ, അവരാണെന്ത് സാബീയങ്ങൾ എന്നാണൊരു കോലി. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഒരുപാട് അഭിപ്രായമുണ്ട്. അവർ മലക്കളെ ആരാധിച്ചിരുന്നു എന്ന അഭിപ്രായമുണ്ട്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു. പക്ഷേ പ്രവാചകന്മാരിൽ അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ ഇത് പണ്ഡിതാഭിപ്രായം മാത്രമാണ് കേട്ടോ. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മുശ്രിക്കുകൾ റസൂലിനെ കുറിച്ച് പറഞ്ഞു, മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു ഇവർ സാബീയങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താ? സാബീയങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവർ, വല്ലദീന ഹാദു വന്നസാറ വസ്സാബീൻ ഇവർ മന്നാമന ബില്ലാഹ് ആരല്ലാഹുവിൽ വിശ്വസിച്ചോ വൽയൗമിൽ ആഖിർ സമയമില്ല അന്ത്യനാളിൽ വിശ്വസിച്ചോ വഅമില സാലിഹൻ സൽക്കർമ്മം പ്രവർത്തിച്ചുവോ ഫലഹും അവർക്കുണ്ട് അജുറുഹും അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലേ? അത് ആയത്തോതിട്ട് മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ജൂതനായാലും ശരി, സാബി ആയാലും ശരി, ആര് സൽക്കർമ്മം ചെയ്തവർ കൂലിയുണ്ട്. അങ്ങനെയല്ല ഇപ്പോൾ പറഞ്ഞേ. ഈ ആയത്തെടുത്തിട്ടാണ് നമ്മളെ നാട്ടിലെ കേരളത്തിലെ ആളെന്ത് ചെയ്തത്? ദുർവ്യാഖ്യാനം ചെയ്ത്. ഇപ്പം എന്താ മറുപടി? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? അപ്പോൾ ഈ ആയത്തിന് മുൻഗാമികൾ നൽകിയ വിശദീകരണം, അതിൻ്റെ സബബുൻ നുസൂൽ നമ്മൾ കാര്യമായി മനസ്സിലാക്കണം. എന്തറിയോ? ഈ ആയത്ത് ആരോട് ഒതുക്കി കൊടുത്തേ? ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഫതില് പറഞ്ഞാൽ, മഹത്വം പറഞ്ഞാൽ സൽമാൻ ഫാരിസി. അപ്പം തന്നെ നബി പറഞ്ഞെന്ത്? അവരെല്ലാം നരകത്തിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നേ? ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. അപ്പോൾ സബബുൻ നുസൂലും കൂടി ചേർത്ത് വായിച്ച ആ വിശദീകരണം നേരം എന്തായി? ഇല്ലാണ്ട്. പിന്നെ ഒന്ന് ആമനു എന്നുള്ളതാണ്. എന്നാലും ആമനു എന്ന് പറയണമെന്നാണ്. ആമനൂന്നേ പറയണം. ആമനു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില മുഫസ്സിറുകൾ പറഞ്ഞത്
മുനാഫിക്കുകളിൽ നിന്ന്. മുനാഫിക്കായ അവർ, മുനാഫിക്കായ ആളുകൾ പരസ്യമായിട്ട് എന്താ? മുസ്ലിമാണല്ലോ. അങ്ങനെ മുനാഫിക്കായ മുഅ്മിനീങ്ങളും. അപ്പം അർത്ഥം ശരിയായല്ലോ. മുനാഫിക്കായ മുഅ്മിൻ എന്ന് പറയുന്ന മുനാഫിക്കും ക്രിസ്ത്യാനിയും ജൂതനും സാബിയും ഇവർ വിശ്വസിച്ചാൽ ഇവർക്ക് കിട്ടും, സ്വർഗം കിട്ടും. അങ്ങനെയാണ് ഒരു വിശദീകരണം. അതല്ല, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീന, ഇസ്ലാമല്ലാത്തൊരു മതം ആരന്വേഷിക്കുന്നുവോ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് എന്തെയില്ല, ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന ആയത്ത് കൊണ്ട് ഈ ആയത്തിലെ നിയമം എന്തായി? നസ്ആയി, ഇല്ലാണ്ടായിപ്പോയി എന്നും ചില മുഫസ്സിറുകൾ എന്ത് ചെയ്തു? വിശദീകരിച്ചു. പക്ഷേ ഏറ്റവും സഹിയായ വിശദീകരണം മൂന്നാമത് നൽകിയ വിശദീകരണം അതാണ് അമാനവിൽ കൊടുത്തത്. എന്താ? മൻ ആമന ബില്ല. ഇപ്പോൾ മുസ്ലിമാന്ന് പറഞ്ഞു നടക്കുന്ന ആൾ, ശരിയായ മുസ്ലിമാന്ന് പറഞ്ഞു നടക്കുന്ന ആൾ, ജൂതനാന്ന് പറഞ്ഞു നടക്കുന്ന ആൾ, ഇവർ മുസ്ലിമാന്ന് പറഞ്ഞു നടക്കുന്ന ആൾ എന്ത് ചെയ്യണം? അവരുടെ ഈമാനിൽ തുടർന്ന് പോവുകയാണ്, മരിക്കുന്നവരെ തുടർന്ന് പോകണം. അല്ലാത്ത ആൾ എന്ത് ചെയ്യണം? ആ ഈമാൻ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്താൽ അവർക്ക് അവരുടെ പ്രതിഫലം എന്തുണ്ടാവും? പരലോകത്തുണ്ടാകും എന്നാണ് ഏറ്റവും സ്വീകാര്യമായ വിശദീകരണം. മുസ്ലിമാണെന്ന് പറഞ്ഞാലും ശരി, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും ശരി, അവർ മരണം വരെ ഈമാനിൽ, അതായത് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? പ്രതിഫലം ഉണ്ടാകും എന്നാണ് മൂന്നാമതുള്ള ഏറ്റവും സഹിയായ വിശദീകരണം. അവർക്ക് എന്തുണ്ടാവും? ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് എന്തുണ്ടാവില്ല? പ്രതിഫലം ഉണ്ടാവും മാത്രമല്ല, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് എന്തുണ്ടാവില്ല? ഭയം ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യൂനുസ് നബിൻ്റെ കഥ പറഞ്ഞില്ല നമ്മൾ? യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ എന്നിട്ട് മത്സ്യത്തിന് രക്ഷപ്പെടുത്തി. നമ്മൾ മത്സ്യത്തിന് വയറ്റുന്നതിന് പെട്ടെന്നിരിക്കുക, നമ്മൾ ഇങ്ങനത്തെ കുടുങ്ങി, ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുക, മൊബൈലും ഇല്ല, ഒന്നുമില്ല, കോൾ ചെയ്യാനും വകുപ്പില്ല. നമ്മളെന്ത് വിചാരിക്കും? നമുക്ക് യൂനുസ് നബിയുടെ കഥ ഓർമ്മ വന്നു. നമ്മൾ പറയും അതല്ല, യൂനുസ് നബി പ്രവാചകനാകുന്നു, നമുക്കൊരച്ചില്ല, നമ്മൾ പിന്നെയും നിരാശയിലായിരിക്കും. മത്സ്യത്തിൻ്റെ വയറ്റിൽ നമ്മൾ പെട്ടു ഞെരിച്ചു. എന്നാലും നമ്മളെ ശൈത്താൻ പറയും, നീ തോറ്റുമോനെ, നീ പരാജയപ്പെടും. ഒരിക്കലും പ്രവാചകന്മാർ ലെവലിലേക്ക് വരാൻ നമ്മളെന്ത് ചെയ്യില്ല, പിശാച് അനുവദിക്കില്ല. പക്ഷെ ഖുർആൻ ആ യൂനുസ് നബിൻ്റെ കഥ പറഞ്ഞിട്ട് അടുത്ത് പറയുന്നൊരു വാചകം എന്താ അറിയും? ഇന്നാ കദാലിക നുൻജിൽ മുഅ്മിനീൻ. നമുക്ക് ശക്തി എന്ന വാചകം എന്താ? യൂനുസിനെ രക്ഷപ്പെടുത്തിയതുപോലെ നാം എന്ത് ചെയ്യും? സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തും. യൂനുസിനെ അപ്പോൾ യൂനുസിൻ്റെ പ്രവാചകന്മാരത് അത്ഭുതമാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യണ്ട? രക്ഷപ്പെടണ്ട. യൂനുസിനെ രക്ഷപ്പെടുത്തിയതുപോലെ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. ആ ഒരു ബോധം നമുക്കുണ്ടായാൽ മതി. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് എന്തുണ്ടാവില്ല? തൃപ്തി. അവരെന്താണ്? ദുഃഖം ഉണ്ടാവുകയേ ഇല്ല. അപ്പം പിന്നെ എന്താക്കണ്ടേ? ഇനി ഒന്നും കൂടി ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? പിന്നെ നാളെ അടുത്ത ആഴ്ച ഇങ്ങനെ എന്ത് ചെയ്യണം? ഇത് ഞാൻ വേർഡ് മീനിങ്ങൾ ചോദിക്കേ ഇൻഷാ അല്ലാഹ്. അത്യാവശ്യം തജ്വീദ് മീൻ വേർഡ് ഇതെല്ലാം ചോദിക്കും. പിന്നെ അതിൽ പഠിച്ചിട്ടെല്ലാം വരണം. പിന്നെ അല്ലാണ്ട് ഇത് തിരിയില്ല. ഇപ്പോൾ ഒന്നും കൂടി പക്കരെ ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ ചോദിച്ചാൽ തിരിഞ്ഞു തോന്നില്ല. നിങ്ങൾക്ക് ഒരു വേർഡും കിട്ടുന്നില്ല. ഇങ്ങനെ ആകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഇത് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ തിന്നോട് അട്ടികൂടെ വെച്ച് പോയാൽ പോരെ. വീട് മെനക്കെട്ട് കൊണ്ടുപോയി കൊണ്ടേണ്ട ആവശ്യം എന്നാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് വായിച്ചു വെക്കുക, തഫ്സീർ വായിച്ചു വെക്കുക. തഫ്സീറിൽ കുറേ കൂടി കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വായിച്ചിട്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്യുക? ഒന്ന് മെനക്കെട്ട് വരാം. ഞാൻ കുറേ മെനക്കെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് മെനക്കെട്ട് വരാം. അല്ലാഹു നമുക്ക് ഈ ഖുർആൻ എന്ത് ചെയ്യട്ടെ? ഖുർആനെ വലിച്ചെറിഞ്ഞൊരു കൂട്ടത്തിലാന്ന് പറയുക റസൂലുള്ള. ആ കൂട്ടത്തിൽ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? ആക്കാതെ കിട്ടെ. ഖുർആൻ്റെ ആളുകളായിട്ട്, ഖുർആൻ ഇമാമാണെന്ന് പരലോകത്ത് കവറ്റിൽ പറയാൻ പറ്റുന്ന ഒരാളായിട്ട് അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യട്ടെ? മരിപ്പിക്കുമാറട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.